സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലും നബിതങ്ങളുടെ ജീവിതചര്യയിലുമായി കൊണ്ട് എന്താണോ ഈ ലോകത്ത് പഠിപ്പിച്ചത് എന്നതിൻ്റെ വ്യക്തമായ ഒരു ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. നമ്മൾ മഹാനവറുകളുടെ ജീവിത ചരിത്രം പഠിച്ചു നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരു മനുഷ്യന് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അത്രത്തോളം ജീവജാലങ്ങളോടും മറ്റു മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടുമുള്ള മഹാനവറുകളുടെ കാഴ്ചപ്പാടുകളും സമീപനങ്ങളും അവരോടുള്ള ഇടപഴകലുകളും എങ്ങനെയായിരുന്നു എന്നുള്ളത് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഇസ്ലാം ഓരോ ആളുകളോടും ഇടപഴകാൻ പറയുന്ന ആ രീതി എങ്ങനെയാണ് എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന വലിയ ഒരു മഹാനാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇറാഖുകാരനാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ഒരേ കാലക്കാരാണ്. ഗൗസുൽ ആലം കുറച്ചുകൂടെ വയസ്സുകൊണ്ട് മൂത്ത ഒരാളാണ് ഗൗസുൽ ആലം, ഇളയ ആളാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ രണ്ട് മഹത്തുക്കളാണ്, ഒരേ നാട്ടുകാരുമാണ്. ഇറാഖിലാണ് രണ്ടുപേരും ഉള്ളത്, ബഗ്ദാദിൽ. ഹിജ്റ 500 അതല്ല 512 എന്നും രണ്ടഭിപ്രായമുണ്ട് മഹാനവറുകൾ ഈ ലോകത്ത് ജനിച്ചു വീഴുന്നതിനെ കുറിച്ച്. എന്താണെങ്കിലും ഹിജ്റ 500 512 ഈ രണ്ടാലൊരു ഡേറ്റിലാണ് മഹാനവർ ഈ ലോകത്ത് ജനിച്ചിട്ടുള്ളത്. തൻ്റെ 78ാമത്തെ വയസ്സിൽ ബഗ്ദാദിൽ മഹാനവറുകൾ വഫാത്താവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ്, തങ്ങളാണ്. മാതാവ് വഴിക്കും പിതാവ് വഴിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ കുടുംബ പരമ്പര. മഹാനവറുകളുടെ 20ാമത്തെ ഉപ്പാപ്പയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അപ്പൊ കുടുംബപരമായിക്കൊണ്ട് തന്നെ സംശുദ്ധമായ കുടുംബത്തിലൂടെയാണ് മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത് എന്ന് സാരം. ഈ ലോകത്തേക്ക് ജനിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മഹാനവറുകളെ കുറിച്ചുള്ള സുവിശേഷങ്ങൾ തൻ്റെ അടുത്ത കുടുംബങ്ങളിലും പണ്ഡിതന്മാരിലും തൻ്റെ മാതാവിനുമൊക്കെ ലഭിച്ചിരുന്നു എന്ന് മഹാനവറുകളുടെ ചരിത്രങ്ങളിൽ കാണാം. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക് ജനിക്കാറായി എന്ന് മുൻവേദങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ സുവിശേഷങ്ങൾ മുൻവേദങ്ങളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കി നബി തങ്ങൾ മദീന എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് വരും എന്ന് പറഞ്ഞ് മജൂസിയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന് അവസാനം മുൻവേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് പ്രകാരം മദീനയിൽ വന്ന നബിയുടെ അടുത്ത് പോയി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പല മഹത്തുക്കളുടെ ജീവിതത്തിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഈ ലോകത്തേക്ക് ജനിച്ച് ഗർഭാവസ്ഥയിൽ തന്നെ മഹാനവറുകളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാണാം, ഒരിക്കൽ സലാം പറയുന്നതായിട്ട് കേട്ടു എന്നാണ്. മാതാവ്, ഗർഭിണിയായിരിക്കുന്ന മാതാവ് തൻ്റെ കുഞ്ഞ് തന്നോട് സലാം പറയുന്നതായിക്കൊണ്ട് കേട്ട ആ ഒരു സന്ദർഭം ഉമ്മ കേട്ടു. ഇതൊക്കെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞാൽ ഇത് ട്രോളായും അല്ലാതെയൊക്കെ അനുഭവപ്പെടും. നമ്മൾ ഖുർആനിന്റെ വെളിച്ചത്തിലൂടെ ഹദീത്തിന്റെ ഗ്രന്ഥങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ ചെറിയ പ്രായത്തിൽ കുഞ്ഞുനാളിൽ പ്രസവിച്ച് അന്നൊക്കെ സംസാരിച്ച ഒരുപാട് സംഭവങ്ങൾ കാണാം. ഹദീത്തുകളിൽ ഖുർആനിലുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുഞ്ഞുനാളിൽ സംസാരിച്ചതായ സംഭവം ഖുർആനിൽ പറയുന്നുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹു ചെറുപ്രായത്തിൽ തൊട്ടിലിൽ കിടക്കുന്ന മുലകുടിക്കുന്ന ആ പ്രസവിച്ച് കുറച്ച് ദിവസമായ ടൈമിൽ തന്നെ സംസാരിച്ചതായ സംഭവം സ്വഹീഹായ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ത്യദിനത്തിൽ
നമ്മുടെ കൈകൾ സംസാരിക്കും എന്ന് വിശുദ്ധ ഖുർആനിൽ യാസീനിൽ നമ്മൾ ഓതുന്ന സൂറത്തിലുണ്ട്. വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അവർ പ്രവർത്തിച്ചതായ കാര്യങ്ങൾ അതിന് അവരുടെ കാലുകൾ സാക്ഷി നിൽക്കുകയും അവരുടെ കൈകൾ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു രംഗം പരലോകത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. കൈ എങ്ങനെ സംസാരിക്കുക? നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അത് കിട്ടൂല, നമ്മുടെ കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാകൂല. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ രൂപമുണ്ടാക്കി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുമ്പി ഇതിനില്ല, അള്ളാഹുവിന്റെ അൽക്കന പ്രകാരം എണീക്കുക, പറന്നു പോവുക എന്ന് പറഞ്ഞാൽ അത് ജീവനുള്ള പക്ഷിയായി പറന്നു പോകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ ആയത്തുകളില്ലേ. എങ്ങനെയായി ഇത് സംഭവിക്കുന്നത്? വെള്ളപ്പാണ്ടുകാരനായ ഒരാളിങ്ങനെ തടവി കഴിയുമ്പോഴേക്ക് അവരുടെ രോഗം മാറിയ സംഭവം. കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ കണ്ണിലിങ്ങനെ ബിസ്മി ചൊല്ലി തടവിയാൽ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടിയിരുന്ന സംഭവം വിശുദ്ധ ഖുർആനിലാണല്ലോ. മറ്റേതെങ്കിലും ഒരാൾ പറഞ്ഞതോ ഒരാളെങ്കിലും ചരിത്രങ്ങളിലൊന്നുമല്ല, വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ ഈ സംഭവങ്ങളൊക്കെ. മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു അള്ളാഹുവിന്റെ സമ്മതത്തോടുകൂടെ. അള്ളാഹു താല കഴിവ് നൽകിയാൽ, അള്ളാഹു താല അതിന് കഴിവ് കൊടുത്താൽ എല്ലാ കാര്യത്തിനും കഴിവുണ്ടാകും. അവരുടെ കഴിവല്ല, അള്ളാഹു നൽകുന്നതായ കഴിവാണ്. നമുക്കൊന്നും ഒരു കഴിവില്ല, നമ്മുടെ കഴിവൊക്കെ അള്ളാഹു നൽകുന്നതാണ്. എല്ലാ കഴിവും അള്ളാഹു നൽകുന്നതാണ്. സാധാരണക്കാർക്ക് സാധാരണ കഴിവുകൾ നൽകും. അസാധാരണക്കാരായി അള്ളാഹുലേക്ക് അടുത്ത ആളുകൾക്ക് അവരോട് അനുയോജ്യമായിട്ടുള്ള കഴിവുകൾ അള്ളാഹു നൽകും. എല്ലാം നൽകുന്നവൻ അള്ളാഹുവാണ്. ഈ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന ആളുടെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ട് നൽകുന്നതായ കഴിവുകളിൽ വ്യത്യാസമുണ്ടാകുമെന്ന് മാത്രം. അപ്പൊ ചുരുക്കത്തിൽ തന്റെ മാതാവിനോട് സലാം പറയുകയാണ് വയറ്റിലുള്ളതായ ഈ കുഞ്ഞ്. ആ സമയത്ത് മാതാവ് ചോദിക്കുന്നു, താൻ മകനാണോ മകളാണോ എന്ന് ചോദിച്ചു എന്നാണ്. റിഫായി മാലയിൽ ഈ ചരിത്രത്തെ ഇങ്ങനെ മഹാന്മാര് നമ്മളോട് പറയുന്നുണ്ട്. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ അല്ലാ കബീറെന്ന് അവരെ വിളിച്ചാരെ ഉലകർ പെരിപ്പമായി എന്നും വിളിപ്പോവർ. മകനാണോ മകളാണോ എന്ന ആ ഒരു സംശയം മാതാവിനുണ്ടായപ്പോ മകനാണ്, അഹ്മദുൽ കബീറാണ്, അള്ളാഹു അഹ്മദ് എന്ന് വിളിച്ചു എന്നാണ് മഹാനവറുകൾ മാതാവിനോട് പറയുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാം. അപ്പൊ അള്ളാഹ് അങ്ങനെ വിളിക്കോ? അപ്പൊ സംശയങ്ങളുടെ കാലാണല്ലോ. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ബഹുമാനപ്പെട്ട മറിയം ബീവിയെ യാ മറിയമുക്കുൻ യാ മറിയമു, ഏ മറിയമേ എന്ന് പറഞ്ഞ് അല്ലാഹു തആല വിളിച്ചതായ സംഭവം എത്രയോ ഉണ്ട്. കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി പ്രത്യേകമായി പള്ളിയുടെ ഒരു ഭാഗത്ത് മറിയം ബീവിക്ക് വേണ്ടി തയ്യാർ ചെയ്ത സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ സക്കരിയ നബി അവിടെ അങ്ങനെ പ്രവേശിക്കുമ്പോ ആ നാട്ടിലൊന്നും കിട്ടാത്ത പഴങ്ങൾ ബഹുമാനപ്പെട്ട മറിയം ബീവി ഭക്ഷിക്കുന്നതായി സക്കരിയ നബി കാണുന്നു. അപ്പൊ ചോദിച്ചു, അന്നാലകി ഹാദാ, എവിടുന്നാ മറിയമേ എനിക്കത് കിട്ടിയത്? ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു. വിശുദ്ധ ഖുർആനിന്റെ ആയത്താണിത്. എങ്ങനെ മറിയം ബീവി അള്ളാഹ് വിളിച്ചത്? എങ്ങനെ മറിയം ബീവിക്ക് അല്ലാഹു തആല കൊടുന്നു കൊടുത്തത്? അതൊന്നും അറിയൂല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഖുർആനിൽ തന്നെ ധാരാളം സംഭവങ്ങൾ അതിന് തെളിവായിക്കൊണ്ട് കാണാം. അപ്പൊ അഹ്മദുൽ കബീർ റിഫായി തങ്ങള് തന്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന സമയത്ത് സലാം പറയുന്നത് കേട്ടപ്പോ മകനാണോ മകളാണോ എന്റെ വയറ്റിലുള്ളത് എന്ന് മാതാവ് ശങ്കിച്ച സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ തന്നെ വയറ്റിലുള്ള കുഞ്ഞു പറഞ്ഞു എന്നാണ്. മകനോ മകളോന്ന് ചോദിച്ച നേരത്ത് മകനാറഹ്മദുൽ കബീറെന്ന് ചൊന്നോവർ
അല്ലാ കബീറെന്ന് അവരെ വിളിച്ചാരേ ഉലകർ പെരിപ്പമായെന്നും വിളിപ്പോവാർ. അല്ലാഹു തആല വിളിച്ച പേരാണ്. മറിയമിനെ വിളിച്ചിട്ടുണ്ട്, ഒരുപാട് മഹദികളെ വിളിച്ചിട്ടുണ്ട്, മറിയം ബീവിയുടെ ഉമ്മയോട് അശരീരികൾ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഇതേപോലെയുള്ള അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല നമ്മുടെ ചിന്തക്കും ബുദ്ധിക്കും ഒതുകാത്ത രീതിയിലുള്ള കഴിവുകളും ശക്തികളും ഒക്കെ നൽകുന്നുണ്ട്. അതിൽപ്പെട്ടതാണിത്. അപ്പൊ എന്തോ ആവട്ടെ, മഹാനവറുകൾ ഈ ലോകത്ത് നിന്ന് ജനിക്കുന്നതിന്റെ മുമ്പേ തന്നെ ഒരു ആൺകുട്ടിയാണ്, അഹ്മദ് എന്നാണ് പേര് എന്നൊക്കെ സുവിശേഷം അറിയിക്കപ്പെട്ടിരുന്നു മാതാവിനും തന്റെ കുടുംബങ്ങളിൽപ്പെട്ട പലർക്കും എന്ന് മഹാനവറുകളുടെ ചരിത്രം വിവരിക്കുന്നതായ ഗ്രന്ഥങ്ങളിൽ കാണാം. മാത്രമല്ല ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രപഞ്ച ലോകത്തേക്ക് ജനിച്ചു വീഴുമ്പോ സുജൂദിലായിക്കൊണ്ടാണ് ലോകത്തേക്ക് ജനിച്ചു വീണത് എന്ന് കാണാം. മാർക്കം കഴിക്കപ്പെട്ട അതുകൊണ്ടാണ് നബിതങ്ങൾ ഈ ഭൂമി ലോകത്തേക്ക് ജനിക്കപ്പെട്ടത് എന്ന് കാണാം. അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് മൻസൂർ സാദ് റളിയല്ലാഹു അൻഹു ഈ വിഷയം സംഭവം നമുക്ക് ഉദ്ധരിച്ചു തരുന്നുണ്ട്. എങ്ങനെയാ പറയുന്നത്? മഹാനവറുകൾ ഈ കുഞ്ഞ് വലത് കൈകൊണ്ട് തന്റെ നെഞ്ചിന്റെ ഭാഗത്തും ഇടത് കൈകൊണ്ട് തന്റെ ഗുഹ്യഭാഗത്തും ഇങ്ങനെ മറച്ചു പിടിച്ചവരായിക്കൊണ്ടായിരുന്നു ഈ ലോകത്തേക്ക് ജനിച്ചു വീണത് എന്നാണ്. ആ സമയത്ത് എന്തോ വാ കൊണ്ടിങ്ങനെ മന്ത്രിച്ചിരുന്നു. എന്താണ് ആ പറഞ്ഞിരുന്നത് എന്ന് മഹാന്മാർ കിതാബുകളിൽ പറയുന്നത്, സുബ്ഹാനല്ലദീ സവ്വറക്കും വഹസുന സുവറക്കും. സുബ്ഹാനല്ലദീ സവ്വറക്കും, നിങ്ങളെ ഈ നല്ലതായ രൂപം നൽകിയ അല്ലാഹു എത്ര പരിശുദ്ധൻ, എത്ര നല്ല രൂപമാണ് അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് എന്ന ഈ വാക്യം മഹാനവറുകൾ ഉച്ചരിച്ചു കൊണ്ടിരുന്നു. ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഒരു ബോധത്തോടുകൂടെയാണ് ഈ ലോകത്തേക്ക് വന്നത് എന്ന് സാരം. അങ്ങനെ ജനിച്ചു വളർന്ന് 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മഹാനവറുകൾ മനഃപ്പാഠമാക്കി. 7 വയസ്സിൽ നമ്മുടെ മദ്രസയിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയിരുന്നു. 20-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ എല്ലാ വിജ്ഞാനവും കരസ്ഥമാക്കിയിരുന്നു. ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള വിജ്ഞാനം, 2 വിജ്ഞാനങ്ങളുണ്ട്. ബാഹ്യമായിട്ടുള്ള നമ്മളെ വിജ്ഞാനങ്ങൾ, അത് നിസ്കാരത്തിന്റെ ഷർത്ത്, ഫർള് പോലെയുള്ള കാര്യങ്ങൾ, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള അറിവുകളാണ്. ആന്തരികമായ ജ്ഞാനമുണ്ട്, മനസ്സിന്റെ ശുദ്ധീകരണം. ഒരാളോട് പകയും വെറുപ്പും ദേഷ്യവും ഒന്നും തോന്നാത്ത, എല്ലാവരോടും സ്നേഹവും, എന്ത് പറഞ്ഞാലും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ഒരു നല്ല മനസ്സ്. ആ മനസ്സിലൂടെ അല്ലാഹ് എന്നുള്ള ആ ഒരു ബോധത്തോടുകൂടെ ജീവിക്കാനുള്ള ഒരു അറിവ്, അതാണ് ത്വരീഖത്തിന്റെ അറിവ്. കുറച്ചു മുമ്പ് ഞാൻ ഇഹ്സാൻ എന്താണ് എന്ന് വെള്ളിയാഴ്ച പ്രസംഗത്തപ്പോൾ ഇതിന്റെ ഒരു സൂചന പറഞ്ഞിരുന്നു. ഇഹ്സാൻ, എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എങ്ങനെയാണ് നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ ബാഹ്യമായ ശരീഅത്തിന്റെ നിയമങ്ങളാണെങ്കിൽ ആ ബാഹ്യമായ ശരീഅത്തിന്റെ നിയമങ്ങൾ എങ്ങനെ മനസ്സിൽ തട്ടിക്കൊണ്ട് ചെയ്യാം, ഇതാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. ഈ 2 വിജ്ഞാനവും മഹാനവറുകൾ നമുക്ക് 70-ാമത്തെ വയസ്സിൽ തന്നെ കരസ്ഥമാക്കുകയും 20-ാമത്തെ വയസ്സിൽ തന്നെ ആളുകൾക്കൊക്കെ ഇൽമ് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും ഉതകുന്ന അത്രത്തോളം ഉന്നതമായ ആ ഒരു പദവിയിലേക്ക് 20-ാമത്തെ വയസ്സിൽ തന്നെ മഹാനവറുകൾ എത്തി. മാത്രമല്ല 4 അഖ്താബുകളുണ്ട്. അഖ്താബുൽ അർബഅ എന്ന് പറയും. പ്രധാനപ്പെട്ട ഔലിയാക്കളിൽ ഓരോ പദവികളാണ്. ഖുത്ബ്, ഗൗസ് എന്നൊക്കെ പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഔതാദ്, അബ്ദാൽ, നുജബ, നുഖബ എന്നൊക്കെയുള്ള ഓരോ പദവികളുണ്ട് ഔലിയാക്കളിൽ. അതിൽ ഏറ്റവും ടോപ്പായിട്ടുള്ള സ്ഥാനമാണ് അഖ്താബ്, ഖുത്ബ് എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായും 4 ആളുകളെയാണ് എണ്ണുന്നത്. അതിൽ 1-ാമത്തത് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ. 2-ാമത്തത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. 3-ാമത്തത് ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു. 4-ാമത്തത് അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു.
ഈ അഹമ്മദുൽ ബദവിയും ഇബ്രാഹിമുൽ ദസൂഖി റളിയല്ലാഹു അൻഹും ഈജിപ്തിലാണ്, ഇന്നത്തെ മിസ്ർ ഈജിപ്തിലാണ് ഈ രണ്ട് മഹാന്മാർ അന്തിയുറങ്ങുന്നത്. ഗൗസുൽ ആലമും അഹമ്മദുൽ കബീർ റിഫായി തങ്ങളും ബഗ്ദാദിലാണ്, ഇന്നത്തെ ബഗ്ദാദിലാണ്. അതേപോലെ അഞ്ചാമത്തെ ഒരു അക്താബ് അർബഅ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അഞ്ചാമത്തതായ ഒരു അക്താബ് എന്ന കൂട്ടത്തിൽ എണ്ണുന്ന ഒരാളാണ് അഹ്മദ് ബഹുമാനപ്പെട്ട ഷാദുലി ഇമാം. ഷാദുലി ത്വരീഖത്തൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഷാദുലി ഇമാം അഞ്ചാമത്തെ അക്താബുകളിൽപ്പെട്ട ഒരാളാണ് എന്ന് മഹാന്മാർ വിശദീകരിക്കുന്നു. അപ്പൊ എന്തോ ആവട്ടെ, ഈ 4 അക്താബുകളിൽ രണ്ടാമത്തെ മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇങ്ങനെയാണ് മഹാനവറുകളുടെ ഒരു ലഘുവായിട്ടുള്ള ജീവിത ചരിത്രം. ഇനി മഹാന്റെ ജീവിതത്തിൽ മഹാന്റെ സ്വഭാവങ്ങളാണ് നമ്മൾ പറയുന്നത്. ഇത് ശരിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളൊക്കെ മനസ്സിലാക്കണം. അങ്ങേയറ്റത്തെ സ്വഭാവം, നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും. ഖാലിഖിനോടും മഖ്ലൂഖിനോടുമുള്ള അങ്ങേയറ്റത്തെ സ്നേഹം ഒരാളോട് തോന്നിയാൽ പിന്നെ അയാൾക്ക് നമുക്ക് കൊടുക്കുന്നതിനോ അയാൾ പറയുന്നത് കേൾക്കുന്നതിനോ അതിന് അതിരുണ്ടാവില്ല. സ്നേഹം വേണം. അത് സ്നേഹിച്ച ആളുകൾക്കേ അത് മനസ്സിലാവുള്ളൂ. നമുക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹിച്ച ആ വ്യക്തിക്ക് വേണ്ടി എന്തെന്നെ ചെയ്യാനും നമുക്കൊരു മടിയോ ഒരു അറപ്പോ ഒരു വെറുപ്പോ ഒന്നും ഉണ്ടാവില്ല. സൃഷ്ടാവിനോട് അങ്ങേയറ്റത്തെ സ്നേഹമാണ് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക്. അതേപോലെ തന്നെ ആ സൃഷ്ടാവ് സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളോടും അതേപോലെ തന്നെ. കണ്ണ് കാണാത്ത ആളുകൾ, മഹാനവറുകൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ കണ്ണ് കാണാത്ത ഏതെങ്കിലും മനുഷ്യനെ കണ്ടാൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടല്ലാതെ മഹാൻ എത്ര തിരക്കുള്ള വഴിയാണെങ്കിലും യാത്ര പോകൂല. കണ്ണ് കാണാത്ത ഒരാൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടാൽ അവിടെ വെറുതെ ഇരിക്കൂല, വേഗം ചെല്ലും. കുഷ്ഠരോഗികളായ ആളുകൾ, നമുക്കൊക്കെ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ഇരിക്കാനും കുറച്ച് സംസാരിക്കാനും അദ്ദേഹത്തെ ഒക്കെ ഒന്ന് തലോടാനും ഒക്കെ ഒരു അറപ്പും വെറുപ്പുമാണ് പലർക്കുമെങ്കിൽ, കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പോലും ആളുകൾ ഒരു വെറുപ്പോടുകൂടെ കാണുന്ന ഒരു രോഗമാണല്ലോ ഈ കുഷ്ഠരോഗം. ഈ കുഷ്ഠരോഗികളുടെ അടുത്ത് ചെല്ലുകയും അവരെ ശുശ്രൂഷിക്കുകയും അവരുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് കെട്ടുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുമായിരുന്നു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, തളർവാദം പിടിച്ചു കിടക്കുന്ന ആളുകൾ, അവരടുത്ത് പോയി അവരെ കുളിപ്പിക്കുക, അവർക്ക് എഴുന്നേൽക്കാൻ കഴിയൂലല്ലോ. ഇന്നല്ലേ ഇപ്പൊ മലമൂത്ര വിസർജനത്തിനൊക്കെ ബെഡിലാവാതിരിക്കാനുള്ള പ്രത്യേക ആധുനിക സജ്ജീകരണങ്ങൾ ഇന്നുണ്ടെങ്കിൽ അതൊക്കെ കൈകൊണ്ട് വൃത്തിയാക്കുന്ന ഒരു കാലം. ആ കാലഘട്ടങ്ങളിൽ ആ തളർവാദം പെട്ടുകിടക്കുന്ന മനുഷ്യനെ വൃത്തിയാക്കി അതെല്ലാം കഴുകി അവരോടുകൂടെ സംസാരിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവരെ സന്തോഷിപ്പിച്ചിരുന്നു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോട്. ഒരു നായയുടെ സംഭവം മുമ്പ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, വേറെ ഏതോ ഒരു ക്ലാസ്സിൽ. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചൊറി വിരിച്ച് ശരീരത്തിന്റെ ആസകലൊക്കെ വൃണങ്ങളായി കിടക്കുന്ന ഒരു പട്ടി തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ടുന്ന ആ ഒരു ജീവി വിഷമിക്കുന്നത് കണ്ടപ്പോ അതിനെ കൊണ്ടുപോയി ആളുകളൊന്നും കാണാത്ത ഒരു സ്ഥലത്ത് ഒരു ടെന്റ് കെട്ടി 40 ദിവസം അതിനെ ശുശ്രൂഷിച്ചിരുന്നു എന്നാണ്. 40 ദിവസം അതിന്റെ മുറിയിൽ മരുന്ന് വെച്ച് കെട്ടി അതിന് കുഴമ്പ് വെച്ച് എണ്ണ തേച്ച് കൊടുത്തു. എണ്ണ എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. എണ്ണ വെച്ച് കൊടുത്ത് നിസ്കാരത്തിന്റെ സമയമാകുമ്പോ മഹാനവറുകൾ ആ പട്ടിയെ തൊട്ടതുകൊണ്ട് 7 പ്രാവശ്യം കഴുകും. അതിൽ 1 പ്രാവശ്യം ശുദ്ധിയുള്ള മണ്ണുപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കി വൃത്തിയാക്കി നിസ്കാര കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് വീണ്ടും അതിനെ ശുശ്രൂഷിക്കും. നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ വീണ്ടും 7 പ്രാവശ്യം കഴുകി അതിൽ 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് ശുദ്ധിയാക്കി ഇബാദത്തുകൾ ചെയ്ത് വീണ്ടും ഈ പട്ടിയെ ശുശ്രൂഷിക്കുമായിരുന്നു. അങ്ങനെ 40 ദിവസം ചെയ്തിരുന്നു എന്നാണ്. ഇത് കണ്ടപ്പോ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ചോദിച്ചു, അല്ല തങ്ങളെ, എന്തിനാണ് ഇപ്പൊ ഈ പട്ടിയൊക്കെ എങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് മഹാൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, നിന്റെ മുന്നിലൂടെ ചൊറി പിരിച്ചുകൊണ്ട് വ്രണത്തിന്റെ വേദന സഹിച്ചുകൊണ്ട്
ഒരു ജീവി അതിലൂടെ നടന്നു പോയപ്പോൾ, എന്തേ അഹ്മദേ, അതിനോടിത്തിരി കാരുണ്യം കാണിക്കാൻ നിന്റെ മനസ്സ് വന്നില്ലേ എന്നെന്റെ റബ്ബ് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് മറുപടി പറയുക? ഇതെന്റെ റബ്ബിന്റെ ഒരു സൃഷ്ടിയല്ലേ, ഇതെന്റെ റബ്ബിന്റെ ഒരു ജീവിയല്ലേ. ആ ജീവിക്കൊരു വിഷമം വരുമ്പോ എന്നെ കൊണ്ട് അതിനെ ശുശ്രൂഷിക്കാൻ കഴിയുമെങ്കിൽ ഞാനത് ചെയ്യണ്ടേ ജനങ്ങളെ, ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയും എന്ന് പറഞ്ഞ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പട്ടിയാണ്. മറ്റൊരു സംഭവം കാണാൻ, ഒരു പൂച്ചയുടെ, മഹാന്റെ ജീവിത സംഭവം വളരെ വിശാലമാണ്. പൂച്ച ആകെ ഒരു ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ കാലത്തെ പോലെ ഒന്നുമല്ല. ഇപ്പൊ എനിക്ക് തന്നെ ഒരുപാട് ഷർട്ടുകളുണ്ട്. എത്ര ഉണ്ട് എന്ന് എനിക്ക് തന്നെ ചിലപ്പോൾ പറഞ്ഞുകൂടാ. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. ഈ ഷർട്ട് ആകെ ഒരു ഷർട്ടേ ഉണ്ടായിരുന്നുള്ളൂ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക്. മഹാനവറുകൾ ജമാഅത്തിന് വേണ്ടി പോവാൻ പുറത്തെന്തോ പണിയെടുത്ത് വീട്ടിൽ വന്ന് ഫ്രഷായി ഷർട്ട് ഇടാൻ നോക്കുന്ന സമയത്ത് ഷർട്ടിൽ ഒരു പൂച്ച കിടന്നുറങ്ങാണ്. ഷർട്ടിന്റെ കയ്യിന്റെ ഭാഗത്താണ് പൂച്ച കിടന്നുറങ്ങുന്നത്. അപ്പൊ ആ ജീവിന്റെ ഉറക്കം ബുദ്ധിമുട്ടാക്കണ്ടെന്ന് വിചാരിച്ച് ആകെ ഒരു ഷർട്ടുള്ള അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്ത് ചെയ്തു? ഒരു ബ്ലേഡ് പോലെയുള്ള സാധനം കൊണ്ടുവന്ന് ആ കൈ മുറിച്ചു. പൂച്ചയുടെ ഉറക്കം ശല്യപ്പെടുത്താതെ ആ കൈ അവിടെ കടന്നു. ബാക്കിയുള്ള മുറിയൻ കൈയിട്ടുകൊണ്ട് പള്ളിയിൽ പോയി. അവർക്ക് നാണമൊന്നുമില്ലല്ലോ. ആളുകൾ എന്ത് കാണും, ആളുകൾ എന്ത് വിചാരിക്കും എന്നല്ല, അള്ള എന്ത് വിചാരിക്കുന്ന അവരുടെ ചിന്തയുള്ളൂ. ആളുകൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ചരിത്രം കാണാം. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോഴേക്ക് പൂച്ച അതിന്റെ പാട്ടിന് പോയി. കൈ അവിടെ ഉണ്ട് കുപ്പായത്തിന്റെ. എന്നിട്ട് ആ കൈ വീണ്ടും അവിടെ തുന്നിച്ചേർത്ത് ആ കൈയായിരുന്നു മഹാനവറുകൾ ധരിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? ഇതാരാണ്? വിവരമില്ലാത്ത അറിവില്ലാത്തൊരു മനുഷ്യനല്ല. നേരത്തെ നമ്മൾ പറഞ്ഞ 7-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ, 20-ാം വയസ്സിൽ എല്ലാ വിജ്ഞാനങ്ങളും പഠിച്ച് മുദർരിസായി ഫത്വ കൊടുക്കാൻ പ്രാപ്തനായ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമ്മൾ നോക്കുക. എന്താ ഇതിനൊക്കെ മഹാനവറുകളെ പ്രേരിപ്പിക്കുന്നത്? കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസുകളും ആയത്തുകളുമുള്ള ഖുർആനുകളിലും ഹദീസുകളിലുമൊക്കെ അർറഹിമൂന യർഹമുർ റഹ്മാൻ, നിങ്ങൾ കരുണ ചെയ്യുക എങ്കിൽ കാരുണ്യവാൻ നിങ്ങളോടും കരുണ ചെയ്യും. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോടും കരുണ കാണിക്കുമെന്നല്ലേ ഹദീസിന്റെ വചനങ്ങളുള്ളത്. സ്നേഹവും കാരുണ്യവുമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. ഈ സ്നേഹവും കാരുണ്യവും പഠിപ്പിക്കുന്ന ഇത്രത്തോളം സുന്ദരമായ സ്നേഹത്തിന്റെ അങ്ങേ അറ്റത്തെ ഉദാഹരണങ്ങൾ പറയാൻ കഴിയുന്ന ഒരുപാട് സ്മരണ്യ പുരുഷന്മാർ കഴിഞ്ഞുപോയ ഈ ലോകത്ത് ഇസ്ലാമിന്റെ സുന്ദരമായ ആശയങ്ങളെ വികലമാക്കാൻ വേണ്ടി ഓരോ വാക്കിനും ആയത്തിനും ഹദീസിനുമൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്തുകൊണ്ട് യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ ഇസ്ലാമിനെ താറടിക്കുന്ന ആളുകൾ, അവർക്കറിയാം ഇത് സത്യമാണെന്ന്, അവർക്കറിയാം ഇസ്ലാമിന്റെ സുന്ദരമായ ആശയം. പക്ഷേ ആളുകൾ അതിലേക്ക് ആകർഷിപ്പിക്കാതിരിക്കാനാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ മോശക്കാരാണ് എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നത്. വിശുദ്ധ ഖുർആനും ഹദീസും പഠിച്ചതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഈ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നത്. രോഗികളെ സന്ദർശിക്കൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങേയറ്റത്തെ ജീവകാരുണ്യ പ്രവർത്തനം. ഇന്ത്യയിൽ ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തകയായി നമ്മൾ പറയുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരി ഉണ്ടല്ലോ, ഒരു മദർ തെരേസ, ഒരു സിസ്റ്റർ. നമ്മൾ ഒരുപാട് സ്ഥാനമാനങ്ങൾ അവർക്ക് നൽകുന്നു. എന്തിനു വേണ്ടിയാ? ഈ രീതിയിൽ കുഷ്ഠരോഗികളൊക്കെ പരിപാലിക്കുന്ന ഒരു സഹോദരിയായിരുന്നു മദർ തെരേസ. നമുക്കറിയാം, രാജ്യം നമ്മുടെ പരമോന്നത ബഹുമതിയൊക്കെ കൊടുത്ത് അനുഗ്രഹിച്ച ഒരു സ്ത്രീയാണ്. അതിൻ്റെയോ എത്രയോ മുമ്പ് ഇതിന്റെ അപ്പുറത്തേക്ക് ചെയ്തതായ മഹത്തുക്കൾ, വിശുദ്ധമായ സുന്ദരമായ ഇസ്ലാമിന്റെ ആശയം ലോകത്തോട് പഠിപ്പിച്ചതായ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. എല്ലാവരോടും, അത് കള്ളന്മാരാണെങ്കിലും കൊള്ളക്കാരാണെങ്കിലും ഒക്കെ മഹാന്റെ ചരിത്രത്തിൽ കാണാം. ഒരിക്കൽ മഹാനവറുകൾ ഒരു മജ്ലിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കള്ളൻ തന്റെ വീട്ടിൽ കയറി ധാന്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം വീട്ടില് നെല്ല്, ഗോതമ്പാണ്.
അപ്പൊ ഗോതമ്പ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടുകാരനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നു. കള്ളനാകെ പേടിച്ചുപോയി. അപ്പൊ കള്ളനോട് പറഞ്ഞു, ലാ തഖഫ്, നീ പേടിക്കണ്ടടോ, നിനക്ക് ആവശ്യമുണ്ടായിട്ടല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, അതിൽ നിന്ന് എടുത്തതൊക്കെ അതിലേക്ക് തന്നെ ഇട്ടേക്ക്. അത് കുത്താത്ത ഗോതമ്പും നെല്ലുമാണ്, അതിപ്പോ കൊണ്ടുപോയാൽ നിനക്ക് ഉപയോഗിക്കാൻ പറ്റൂല. എന്റെ തൊട്ടപ്പുറത്ത് ഇതൊക്കെ കുത്തി പൊടിയാക്കി വെച്ച കുറച്ച് ധാന്യങ്ങളുണ്ട്, നിന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാൻ ചാക്കോ സഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം കള്ളം പരിഹസിക്കാന്ന് വിചാരിച്ച് ഒന്നും മിണ്ടാതിരിക്കാൻ. ലാസ്റ്റ് മഹാനവറുകൾ ആ കള്ളന്റെ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിലേക്ക് അവിടെ ഉണ്ടായിരുന്ന ധാന്യങ്ങൾ അതിലേക്ക് ചൊരിഞ്ഞ് ഇപ്പോൾ കൊണ്ടുപോയാൽ തന്നെ ഉപയോഗിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള നല്ല പൊടിയെടുത്ത് ഈ കള്ളന് കൊടുക്കുകയാണ്. എന്താണ്? നെല്ല് കൊണ്ടുപോയാൽ അതിന് പൊടിയാക്കണമെങ്കിൽ കുറെ പണിയെടുക്കണ്ടേ? അപ്പൊ അത് ചെയ്യണ്ട, പൊടിയായത് വേറെ ഉണ്ട്, നിനക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല, നീ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. അഹ്മദുൽ കബീർ റിഫായി ഈ കള്ളൻ ഇനി എന്ത് ചെയ്യും? ദേഷ്യപ്പെട്ടു നല്ല ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. ഈ കള്ളൻ ഇത് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ മഹാനവറുകളുടെ മുന്നിലേക്ക് വന്നു. എന്നിട്ടോ തൗബ ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ ശിഷ്യനായി. ഇത് തന്നെയാണ് സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നാ. ദേഷ്യം കൊണ്ടും വഴക്ക് പറഞ്ഞും കുറ്റപ്പെടുത്തിയുമല്ല, സ്നേഹം കൊണ്ട് കീഴടക്കുക. ഇങ്ങനെ ആർക്കാ കഴിയുക? നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ മഹാന്റെ ലക്ഷ്യം എന്താണ്? ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്, ഇവൻ നന്നാവണം. നെല്ലെടുക്കുന്നത് ഓന് വിശന്നിട്ടാണെങ്കിൽ നെല്ല് കൊണ്ടുപോയാൽ കുത്തി ഒരുപാട് പ്രയാസപ്പെടണ്ടേ, വേണ്ട കുറച്ച് പൊടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ കള്ളന് കൊടുത്തു വിടുകയാണ്. ഈ കള്ളന്റെ മനസ്സ് മാറൂലേ? ഇതായിരുന്നു മഹാനവറുകളുടെ ജീവിതം. പാവങ്ങളെ കാണുമ്പോൾ മഹാന് വിഷമാണ്. ദരിദ്രരായ ആളുകൾ, ജോലിക്ക് പോവാൻ പറ്റാത്തൊക്കെ വിഷമിക്കുന്ന ആളുകളെ കാണുമ്പോൾ മഹാന് പ്രയാസമാണ്. അങ്ങനെ ആരെങ്കിലും കണ്ടാൽ മഹാൻ ദർസും കാര്യമൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ പുറമെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട്, ജോലി എന്ന് പറഞ്ഞാൽ മലയിൽ പോയി വിറക് ശേഖരിച്ച് അതിൽ ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് ആ കാശ് ഈ പാവങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ ചെയ്തിരുന്നു. ഒഴിവ് സമയം കിട്ടിയിരുന്നാൽ അങ്ങനെ ചെയ്തിരുന്നു. പിന്നെ ഒരു നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് ചെന്നാൽ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ഒരു മനുഷ്യന്റെ വീട്ടിലെ മഹാനവറുകൾ താമസിക്കുള്ളൂ. സൗകര്യമുള്ള വീട്ടിലൊന്നും നോക്കൂല. നമുക്കതിന് പറ്റൂലല്ലോ. അതെന്തിനാന്ന് ചോദിച്ചാൽ മഹാൻ വിശദീകരിക്കുന്നത്, ഞാൻ ആ വീട്ടിൽ നിൽക്കുമ്പോ ആളുകൾ എന്നെ കാണാൻ വരും, എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾ തരും, അതൊക്കെ ഈ വീട്ടുകാർക്ക് കൊടുക്കാം. മാത്രമല്ല ഞാൻ നിന്ന വീട് എന്നുള്ള നിലക്ക് ആ വീട്ടുകാരോട് ജനങ്ങൾക്കൊരു സ്നേഹം ഉണ്ടാകും. ആ പാവപ്പെട്ട മനുഷ്യന് പിന്നെ പ്രയാസം കൂടാതെ ജീവിക്കാൻ ഒരു സാഹചര്യം ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത് എന്ന് മഹാൻ പറയും. മഹാന്റെ കാഴ്ചപ്പാടുകൾ നോക്കൂ, വിലയിരുത്തലുകളിൽ നോക്കൂ. വേറെ ചില സംഭവങ്ങൾ കാണാം. ഒരു വീട്ടിലെ ഒരു തൊഴുത്തിൽ ഒരിക്കൽ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു തൊഴുത്തിൽ ഒരു കള്ളൻ ഒരു പശുവിനെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു കള്ളൻ ഒരു പശുവിനെ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന്റെ പശുവിനെ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വെള്ളം ചെന്നു. എന്നിട്ട് ചോദിച്ചു. അപ്പൊ കള്ളൻ പേടിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യും, ഇവര് വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ്, മാത്രമല്ല ഈ പശുവിന്റെ പാല് കറന്ന് വിറ്റിട്ട് വേണം അവർക്ക് ജീവിക്കാൻ. നീ അതിനെ കൊണ്ടുപോയാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും, നിനക്ക് ഞാനൊരു പശുവിനെ തരാന്ന് പറഞ്ഞ് ഈ കള്ളനെ വിളിച്ചുകൊണ്ട് പോവാണ് രാത്രി സ്വന്തം വീട്ടിലേക്ക്. എന്നിട്ട് പോകുന്ന വഴിക്ക് പറയാണ്, ആ പശുവിനേക്കാളും നല്ല പശുവാണ് എൻ്റെ പശു, മാത്രമല്ല എൻ്റെ പശുവിനൊരു കുഞ്ഞുണ്ട്, അതിനേക്കാൾ കൂടുതൽ പാലും കിട്ടും, അതുകൊണ്ട് നീ ഈ പശുവിനെടുത്തോ എന്ന് പറഞ്ഞു. അങ്ങനെ അഴിച്ച് ഈ കള്ളം കൊണ്ടുപോവാണ് പശുവിനെ. ആ സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, നീ ഇപ്പൊ രാത്രി ഇങ്ങനെ പോകുന്ന കണ്ട ആളുകൾ നിന്നെ കള്ളനാന്ന് പറഞ്ഞ് വഴക്ക് പറയും, അതുകൊണ്ട് നിന്റെ വീട് എവിടെയാണ് എന്ന് വെച്ച് ഞാനും കൂടെ വരാന്ന് പറഞ്ഞ് കള്ളന്റെ കൂടെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞ് പോയി കള്ളന്റെ വീടിന്റെ അതിർത്തി വരെ കൊണ്ടുവന്നാക്കി. ആ സമയത്ത് പറയാണ്, എന്നെ പെട്ടെന്ന് കണ്ടപ്പോൾ നീ ആകെ പേടിച്ചു പോയില്ലേ, അതിന് നീ എന്നോട് മാപ്പ് തരണം. കാരണം അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയെയും ഒരു ജീവിയെയും പേടിപ്പിക്കാൻ പാടില്ല. എന്നെ കണ്ട് നീ പേടിച്ചില്ലേ, അതുകൊണ്ട് എന്നോട് നീ മാപ്പ് തരണം. ഈ കള്ളൻ കരഞ്ഞുപോയി. ഒരു മനുഷ്യന് ഇതൊക്കെ വെറും നമുക്കൊരു പരിഹാസമായിട്ടാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ എടുക്കരുത്. ഇതൊക്കെ ആത്മാർത്ഥമായിട്ടാണ് മഹാൻ പറയുന്നത്.
ഈ കള്ളൻ കരഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ ഈ കള്ളൻ മഹാനവറുടെ ഹളറത്തിലേക്ക് വന്ന് എന്നിട്ട് പറയുകയാണ്, അല്ലയോ തങ്ങളെ, എന്നോട് മാപ്പാക്കണം, എനിക്ക് പുറത്തു തരണം, അങ്ങനെ എന്റെ ഗുരു എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മഹാനവറുകളുടെ മുന്നിലിരുത്തി. ആ മനുഷ്യനാണ് പിന്നീട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളായി മാറിയത് എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ സമൂഹം ഏറ്റവും മോശക്കാരും അധമന്മാരുമായി കാണുന്ന ആളുകളുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് അവരെ നന്നാക്കി എടുക്കുക, അതാണ് മഹാനവറുകളുടെ ഒരു പദ്ധതി. തള്ളിവിടലല്ല. ഓനോട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കുരുത്തം കെട്ടുപോയി, അവൻ മോശക്കാരനാണ്, ആ നിലക്കാർ എല്ലാവരോടും സഹകരിക്കാനും അവരുടെ കൂടെ കൂടി എങ്ങനെയെങ്കിലുമൊക്കെ അവരെ നന്നാക്കിയെടുക്കാനും ചെയ്യാവുന്ന ഏത് വഴിയുണ്ടോ അതെല്ലാം സ്വീകരിക്കുന്ന മഹാനായ ഒരു മനുഷ്യൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഉസ്താദായിരുന്ന മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ലക്ഷക്കണക്കായ ശിഷ്യന്മാരുണ്ട്. തന്റെ മക്കളും കുടുംബത്തിൽപ്പെട്ടതുമായ ഒരുപാട് ആളുകളുണ്ട് ശിഷ്യന്മാർ. ഈ ഉസ്താദിന് പ്രാർത്ഥക്യമായി തന്റെ ഈ അധികാരങ്ങളും തന്റെ സ്ഥാനവും അടുത്ത ഒരു പിൻഗാമിക്ക് കൈമാറണം എന്നുള്ള രീതിയിൽ മഹാൻ ശിഷ്യന്മാരെ എല്ലാം വിലയിരുത്തിയപ്പോ തന്റെ മക്കളിലും വലിയ വലിയ മൗലവിമാരും ഉസ്താദുമാരൊക്കെ ഉണ്ടെങ്കിലും അവരൊന്നും യോഗ്യരല്ല, തന്റെ ശിഷ്യനായ അഹ്മദുൽ കബീറാണ് അതിനർഹൻ എന്ന് പറഞ്ഞ് തന്റെ പിൻഗാമിയായി വാഴിക്കാൻ അഹ്മദുൽ കബീർ റിഫായി തങ്ങളാണ് എന്ന ആ ഒരു അനൗൺസ്മെന്റ് നടത്തിയപ്പോ കുടുംബങ്ങളിൽപ്പെട്ട ചിലർക്കും ചില മക്കൾക്കൊക്കെ അതിൽ ചെറിയ ഒരു നീരസം വന്നു. അതൊരു അനന്തര സ്വത്തായിട്ട് മക്കൾക്കല്ലേ കിട്ടേണ്ടത്, മക്കളല്ലേ പണ്ഡിതന്മാരല്ലെങ്കിൽ കുഴപ്പമില്ല, ശിഷ്യന്മാർ തന്നെയാണ് പിതാവിന്റെ, അത് ഞങ്ങൾക്കല്ലേ കിട്ടേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത ഈ മക്കളുടെ മനസ്സിൽ തോന്നിയപ്പോൾ അഹ്മദുൽ കബീർ റിഫായി തങ്ങളടക്കമുള്ള ഈ ശിഷ്യന്മാരെ എല്ലാം തന്റെ ഉസ്താദ് മൻസൂറുൽ ബത്താഹി റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തുകയാണ്. എന്നിട്ട് പറഞ്ഞുവരോട് അവരുടെ കയ്യിലൊക്കെ ഓരോ കോഴിയെയും ഒരു കത്തിയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ കോഴിയെ ആരും കാണാത്ത സ്ഥലത്ത് പോയി ഇതിനെ അറുത്ത് പീസാക്കി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എല്ലാവരുടെ കൊടുത്തു. അഹ്മദുൽ കബീർ റിഫായിക്ക് എന്തുകൊണ്ടാണ് അധികാരം നൽകുന്നത് എന്ന് മറ്റുള്ള ശിഷ്യന്മാരെയൊക്കെ ബോധ്യപ്പെടുത്തുകയായിരുന്നു ഉസ്താദിന്റെ ലക്ഷ്യം. കോഴിയുമായി പോയി എല്ലാവരും ആരും കാണാത്ത ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് പോയി ആ കോഴിനെ അറുത്തുകൊണ്ട് അത് പീസാക്കി ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങള് കോഴിനെ അറുക്കാതെ കൊണ്ടുവന്നു. അപ്പൊ എന്തേ അഹ്മദ്, നീ കോഴിനെ അറുത്തില്ലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് മഹാനവറുകൾ പറയുകയാണ്, ഉസ്താദേ, ഞാൻ പല സ്ഥലം പോയി നോക്കി, മനുഷ്യന്മാരും ജീവജാലങ്ങളും ഇല്ലാത്ത ഒരുപാട് പ്രദേശങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു. പക്ഷേ ഞാൻ എവിടെ പോയി ചെയ്താലും അല്ല കാണാത്ത ഒരു സ്ഥലം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ എല്ലാ ചലനങ്ങളും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എൻ്റെ സൃഷ്ടാവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ കാണാതെ അറുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരാളും കാണാതെ അറുക്കണം എന്നല്ലേ ഉസ്താദ് പറഞ്ഞത്. അതുകൊണ്ട് റബ്ബാകുന്ന വ്യക്തി കാണാതെ അറുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, ഏത് സമയവും അല്ലാഹ് എന്ന ബോധത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിന് മുതിരുന്നത് എന്ന് പറഞ്ഞ ആ ശിഷ്യന്മാരുടെ മനസ്സിൽ മഹാനവർക്കുള്ള ആ സ്ഥാനം ഒന്നുകൂടെ ഊട്ടിക്കൊടുക്കുകയാണ്. എവിടെ പോയാലും അല്ലല്ലേ, അല്ല കാണാത്ത സ്ഥലത്ത് വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം. ഒരിക്കൽ മഹാനവറുകൾ, ഇത് മുമ്പൊരിക്കൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, മറ്റൊരു വിഷയം മുമ്പൊരിക്കൽ ക്ലാസ്സിൽ എന്നാണ് എൻ്റെ ഓർമ്മ, എന്നാലും സാന്ദർഭികമായി പറയട്ടെ. മഹാനവറുകൾ ഒരു വഴിയിലൂടെ അങ്ങനെ നടന്നു പോയപ്പോൾ കുറേ കുട്ടികളൊക്കെ അവിടെ പന്തളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളോട് മഹാനവറുകൾ ചോദിച്ചു. അതിലൊരു കുട്ടി അതിൽ കളിയൊന്നും കൂടാതെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അവിടെ. ആ സമയത്ത് മഹാനവറുകൾ ആ കുട്ടിയോട് ചെന്ന് ചോദിച്ചു, അല്ല മോനെ, എന്താ നിന്റെ പേര്, നീ എന്താ കളിക്കൊന്നും ചെയ്യാത്തത്, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ. ആ കുട്ടി എടുത്തേക്ക് അപ്പം തന്നെ ഒരു തഗ് മറുപടിയാണ് കൊടുത്തത്, എൻ്റെ പേരറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാന്ന് ചോദിച്ചു. നമുക്കാണെങ്കിൽ എന്താ പറയാ, ധിക്കാരാന്നല്ലേ തോന്നുന്നത്.
എന്താ മോനെ പേര് എന്ന് വാത്സല്യത്തോട് ചോദിച്ചപ്പോ എന്റെ പേര് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? മഹാനവറുകൾ ആ ചോദ്യം മനസ്സ് തട്ടി. ശരിയാണ്, ആ കുട്ടിയുടെ പേര് അറിഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാണ്? അള്ളാഹ് എന്തെങ്കിലും പ്രതിഫലം എനിക്ക് തരുമോ? അതുകൊണ്ട് ഞാൻ ആസ്ഥാനത്തുള്ള ഒരു സംസാരമായി പോയി. അത് എന്റെ നാവിനെ സൂക്ഷിക്കണമായിരുന്നു. തെറ്റൊന്നുമല്ലല്ലോ ചോദിച്ചത്. മഹാൻ ചിന്തിക്കുന്ന ആളാണ്. ആ കൊച്ചിന്റെ സംസാരത്തിൽ കൊച്ചിനോട് ദേഷ്യം തോന്നാതെ ആ പറഞ്ഞ പോയിന്റ് ശരിയാണല്ലോ, ആ കുട്ടിയോട് എനിക്ക് പേര് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല, ചോദിച്ചത് കൊണ്ട് എന്ത് നേട്ടമാണ് എനിക്കുള്ളത് എന്ന് ചിന്തിച്ച് മഹാനവറുകൾ അന്നൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഇനി ആവശ്യത്തിന് മാത്രമേ ഞാൻ സംസാരിക്കൂ, ആവശ്യത്തിന് മാത്രമേ മിണ്ടുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. അങ്ങനെ ആവശ്യത്തിന് മാത്രം സംസാരിച്ചിങ്ങനെ പോകുമ്പോ ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം, സൂഫിയാക്കളുടെ ഔലിയാക്കളുടെ ആ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് കാണാനും സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരു നബിയാണ് ഖിളിർ നബി അലൈഹിസ്സലാം. ആ റൂട്ട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് ഒരു പരിഹാസമായിട്ടൊക്കെ കാണുന്നുണ്ടെന്നുള്ളത് കൊണ്ട് പലതും ഇപ്പൊ നമുക്ക് പറയാൻ തന്നെ ഒരു പ്രയാസമാണ്. അതിൻ്റെതായ ആളുകളോട് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഖിളിർ നബി അലൈഹിസ്സലാമുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെയും ചരിത്രം സൂറത്തുൽ കഹ്ഫിലൂടെ ഒരുപാട് പറയുന്നുണ്ടല്ലോ. അത്ഭുതകരമായ സംഭവം, കപ്പൽ തുളച്ചുണ്ടാക്കിയത്, നമ്മളതൊക്കെ ആ ചരിത്രം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ചപ്പോ ഒരുപാട് സംഭവങ്ങൾ, നമ്മളെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് സംഭവങ്ങൾ ഖിളിർ നബി അലൈഹി ഇസ്ലാമിന്റെയും മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ആ സഞ്ചാര ദിശയിലൂടെ സൂറത്തുൽ കഹ്ഫിലൂടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. സൂറത്തുൽ കഹ്ഫ് നമ്മൾ വിശദീകരിച്ച ഒരു സൂറത്താണ്, അതിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അതേ ഖിളിർ നബി അഹ്മദുൽ കബീർ റിഫായി എടുത്ത പ്രതിജ്ഞ അത് ക്ലിയർ ആണെന്ന് നോക്കാൻ വേണ്ടി, ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി വന്നു. എന്താവുന്നത്, എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വെറുതെ അങ്ങനെ ഒപ്പം കൂടി ഇങ്ങനെ ഉണ്ടല്ലോ, മിണ്ടാത്ത ആളുകളോട് മിണ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചപ്പടി വിദ്യകൾ അങ്ങനെയൊക്കെ കാണിച്ചു. കുറെ പ്രാവശ്യം വന്നു, മഹാനവറുകൾ മിണ്ടിയില്ല. കുറ്റം കിട്ടുന്ന കാര്യമൊന്നുമല്ല, എന്നാലും മിണ്ടിയില്ല. 40 പ്രാവശ്യം ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പലതും ചോദിച്ചെങ്കിലും മിണ്ടിയില്ല. 40 നാളവർ മുന്നിൽ ഖിളിർ വന്ന് നവാലൊരു ഭാഷം ചൊല്ലിയില്ല എന്നോവർ. അപ്പോൾ ഖിളിർ ചൊല്ലി, ഇവരെ പോലാരെയും ഔലിയാക്കളിൽ ഞാൻ കണ്ടില്ല എന്നോവർ. 40 വട്ടം വന്ന് മിണ്ടാൻ ശ്രമിച്ചിട്ടും മിണ്ടാതെ നാവിനെ സൂക്ഷിച്ച, ഇത്രത്തോളം നാവിനെ സൂക്ഷിച്ച ഒരു മഹാനെ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഖിളിർ നബി അലൈഹിസ്സലാം പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേ അറ്റത്തെ സ്നേഹമായിരുന്നു അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക്. അങ്ങേയറ്റത്തെ സ്നേഹം. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ജനങ്ങളോടും സൃഷ്ടികളോടും സൃഷ്ടാവിനോടും ഒക്കെയുള്ള അടങ്ങാത്ത ആ ഒരു സ്നേഹത്തിൽ ജീവിച്ചത് കൊണ്ട് എത്ര പദവിയാണ് മഹാനവറുകൾക്ക് നൽകിയത് എന്ന് കാണാം. നമ്മൾ ചില ഔലിയാക്കളെയൊക്കെ കറാമത്തുകൾ മാത്രമേ പറയുള്ളൂ. ഈ കറാമത്തുകൾ അവർക്ക് വെളിവാകാൻ വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങൾ, ഇപ്പൊ മഹാനവറുകളുടെ കാഴ്ചപ്പാടും മഹാനവറുകൾ ഓരോ മനുഷ്യനെ കുറിച്ചുള്ള വിലയിരുത്തലും ആ മഹാനവറുകളുടെ മനസ്സിന്റെ ശുദ്ധിയാണ് അതൊക്കെ കുറിക്കുന്നത്. ഇങ്ങനെ ശുദ്ധമാകുമ്പോൾ അവരിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു തആല പ്രകടിപ്പിക്കുമെന്നുള്ളതാണ്. മഹാന്റെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാണാം, മഹാനവറുകൾ ഒരിക്കൽ ഹിജ്റ 555 മഹാനവറുകളുടെ 55-ാമത്തെ വയസ്സിൽ, അപ്പൊ ഹിജ്റ 500-ലാണ് മഹാൻ ജനിക്കുന്നത് എന്ന് പ്രകാരം ഹിജ്റ 555 മഹാനവറുകൾ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി വിശുദ്ധമായ ഹറമിൽ വന്നു. അങ്ങനെ ഹജ്ജ് നിർവാഹം കഴിഞ്ഞ് മഹാനവറുകൾ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിലേക്ക് വരികയാണ്. മദീനയിലെത്തിയപ്പോഴോ നബി തങ്ങൾക്ക് സലാം പറഞ്ഞു. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്,
നബി തങ്ങൾക്ക് സലാം പറഞ്ഞപ്പോഴോ നബി തങ്ങൾ അതാ അവിടെ നിന്ന് സലാം മടക്കുകയാണ്. നബി തങ്ങൾ അവിടെ നിന്ന് സലാം മടക്കി. കൂടെയുള്ള ആളുകൾ അത് കേൾക്കുകയാണ്. ഒരു വ്യാഴാഴ്ച ദിവസം അസറിന്റെ സമയമായിരുന്നു ഇത് എന്ന് ഈ ചരിത്രം രേഖപ്പെടുത്തിയ ഒരുപാട് കിതാബുകളുണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല, ചരിത്രങ്ങളാണ്. അതിന് സാക്ഷികളായിട്ടുള്ള ആളുകൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതായ ചരിത്രങ്ങളാണ്. ഹിജ്റ 500 ഇതിപ്പോ ഹിജ്റ 1400 ചില്ലാനമായി 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഈ സംഭവം മദീനയിൽ വന്ന് ഒരു അസറിന്റെ സമയം മഹാനവറുകളുടെ ചുറ്റും ഒരുപാട് ശിഷ്യന്മാരുണ്ട്, ആയിരക്കണക്കായ ആളുകൾ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. നബി തങ്ങളോട് സലാം പറഞ്ഞു. നബി തങ്ങൾ സലാം അടക്കിയപ്പോ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അവിടെ നിന്നുകൊണ്ട് നബിതങ്ങളോട് ഒരു നബിതങ്ങളെ കുറിച്ച് മഹാനവറുകളുടെ അവസ്ഥയെ വെളിവാക്കിക്കൊണ്ടൊരു പദ്യം ആലപിക്കുകയാണ്. ബഹുമാനപ്പെട്ട റിഫായി മൗലിദി എന്ന് പറയുന്ന മൗലിദി കിതാബുണ്ട് നമ്മുടെയൊക്കെ വീടുകളിലുള്ള. ആ മൗലിദി കിതാബിൽ ഈ സംഭവം കാണാം. മഹാനവറുകൾ അവിടെ വെച്ചുകൊണ്ട് ഒരു പദ്യം ആലപിച്ചു. ഫീ ഹാലത്തിൽ ബുഅ്ദിറൂഹി കുൻതുർസിലുഹാ تقبل الأرض عني وهي نائبتي فهذه توبة الأشباه قد حضرت فامدد يديك لكي تحظى بها شفتي في حالة البعد ഞാൻ വിദൂരങ്ങളിലാകുന്ന സമയത്ത് റൂഹി എന്റെ ആത്മാവിനെ കുന്തുർസിലുഹ ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ട് നബിയേ. ഞാൻ ദൂരദേശങ്ങളിലാകുമ്പോ എന്റെ മനസ്സിനെ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് പറഞ്ഞേക്കാറുണ്ട്. എന്റെ മനസ്സ് മുഴുവൻ ഇവിടെയാണ്, എന്റെ മനസ്സ് മുഴുവൻ മദീനയിലാണ്, എന്റെ മനസ്സ് മുഴുവൻ നബിയേ അങ്ങാണ്. അതുകൊണ്ട് തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി فهذه نوبة الأشباه قد حضرت فامدد يديك لكي تحظى بها شفتي. ഇന്നിതാ ഞാൻ എന്റെ ഉടലോടുകൂടെ തന്നെ അങ്ങയുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നബിയെ അങ്ങയുടെ കൈ എനിക്കൊന്നങ്ങ് നീട്ടിത്തരണം. ഞാൻ ആ കൈയിലൊന്ന് ചുംബിച്ചോട്ടെ നബിയേ എന്ന് മഹാനവറുകൾ നബി തങ്ങളോട് പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ മഹാനവറുകൾക്ക് നീട്ടിക്കൊടുത്തു. അത് മുത്തി അത് മഹാനവറുകൾ അവിടെ നിന്ന് പോന്നു എന്നൊക്കെയാണ് ചരിത്രമാണ്. ഇത് കണ്ട ആളുകൾ രേഖപ്പെടുത്തിയതാണ്. ഇപ്പൊ നബി തങ്ങളുടെ ശരീരം മണ്ണോട് ചേരൂലേ എന്നൊക്കെ ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്താം. റൗളയുടെ പണി വിപുലീകരിക്കുന്ന ആ ഒരു സമയത്ത് വികാസ് കൊണ്ട് ഒരാളുടെ കൈ കാലിൽ തട്ടി ബ്ലഡ് വന്നു എന്ന് കാണാം ഹദീസുകളിലൊക്കെ. ഇത് ആരുടെ കാലാണ്? നബി തങ്ങളുടെ കാലാണോ? സിദ്ദീഖ് തങ്ങളുടെ കാലാണോ? ഉമർ തങ്ങളുടെ കാലാണോ? 3 പേരാണ് അവിടെ ഉള്ളത്. സ്വഹാബികൾക്കിടയിൽ തർക്കമായി. ആ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന സ്വഹാബിയെ കൊണ്ടുവന്നു. മഹാൻ പറഞ്ഞു ഇത് നബി തങ്ങളുടെ കാലല്ല, അബൂബക്കർ തങ്ങളുടെ കാലല്ല, ഇത് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലാണ്. വഫാത്തായി വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം. അവരൊന്നും മണ്ണിനോട് ലയിച്ചിട്ടില്ല. ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളുടെ ശരീരം മണ്ണിനോട് ലയിച്ച് ചേരലിനെ അല്ലാഹു തആല ഹറാമാക്കിയിട്ടുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹീഹായ ഹദീസുകളിലൂടെ പറഞ്ഞതായി കൊണ്ട് കാണാം. ഈ രീതിയിൽ അല്ലാഹ് പൊരുത്തപ്പെട്ടതുപോലെ ജീവജാലങ്ങളോട് സ്നേഹത്തോടുകൂടെ കരുണയോടുകൂടെ അള്ളാഹുവിന്റെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ജീവികളെയും സ്നേഹിച്ച് ജീവിച്ചപ്പോ അള്ളാഹു തആല ഒരു മനുഷ്യനിക്കും പ്രത്യക്ഷത്തിൽ നമുക്ക് അവിശ്വസനീയം എന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും അള്ളാഹുവിനോട് ചോദിച്ചപ്പോൾ അള്ളാഹു തആല കാണിച്ചു കൊടുക്കുന്ന അത്രയും ഉന്നതമായ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വളർന്നു എന്നതാണ് ചരിത്രം. അതുകൊണ്ട് ഈ മാസത്തിൽ മഹാനവറുകളെ പ്രത്യേകം അനുസ്മരിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നബി തങ്ങൾ പഠിപ്പിച്ച വിശുദ്ധ ഖുർആനിൽ നമ്മളോട് സൂചിപ്പിച്ച ആയത്തുകളും ഹദീസുകളും ജീവിതത്തിൽ അതേ വിധി കൊണ്ട് നടന്ന വലിയ ഒരു പണ്ഡിതനായിരുന്നു
ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അതുപോലെയുള്ള ആ ഒരു സുന്ദരമായിട്ടുള്ള ജീവിതം നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു തആല അത്തരത്തിലുള്ള അവൻ്റെ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സഹോദരി അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഡെങ്കിപ്പനി അതേപോലെ മഞ്ഞപ്പിത്തൊക്കെയാണ്. അത് ഉസ്താദ് ദുആ ചെയ്യണം. അത് ഏകദേശം ഇപ്പോൾ കുറവുണ്ടെന്ന് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. അതിൻ്റെയൊക്കെ പരിപൂർണ്ണ ശിഫയ്ക്ക് വേണ്ടി കുറച്ച് പലഹാരങ്ങൾ നമുക്ക് സദക്കയായി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹു തആല ആ സദക്കയെ കബൂലാക്കുമാറാകട്ടെ. അർഹമായ പ്രതിഫലം എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ആ സഹോദരിക്ക് നൽകുമാറാവട്ടെ. അതേപോലെ അടുത്ത ആഴ്ചയും ഒരു സഹോദരൻ ഇതിലേക്ക് ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇങ്ങനെ പലഹാരങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത ആഴ്ചക്ക് ഇനി ആരും വരേണ്ടതില്ല. ആ ഉദ്ദേശവും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഇതിലേക്ക് തന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ വീട്ടിക്കൊടുക്കുമാറാവട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സലാം ഉസ്താദിൻ്റെ അമ്മായി അഥവാ പിതാവിൻ്റെ പെങ്ങൾ ഉംറക്ക് പോയി മദീനയിൽ വെച്ച് മരണപ്പെട്ടു. ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ നിന്ന് ചിരിച്ചു പോയ ആളാണ്. വളരെ റസൂലുള്ളാഹിയൊക്കെ മഹാന്മാരെയൊക്കെ വളരെയേറെ സ്നേഹമുള്ള ഒരാളായിരുന്നു എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഒരുപാട് വിഷമങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചവരാണ്. പോയപ്പോൾ തന്നെ പലപ്പോഴൊക്കെ കുടുംബങ്ങളിലോട് ഞാൻ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, മടക്കുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ജന്നത്തുൽ ബഖീയിലാണ് ഖബർ. അതൊക്കെ വലിയൊരു തൗഫീഖാണ്. ജന്നത്തുൽ ബഖീ മദീനത്തെ ഖബർസ്ഥാനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്ത് അവിടെയാണ് അവരെ മറവ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരണപ്പെട്ടത്. പ്രത്യേകം ദ്വാരക്കാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിയുടെ ബർസഖിയായ ലോകം ഖൈറിലാക്കി കൊടുക്കുമാറാവട്ടെ. അതേപോലെ കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ ക്ലാസ്സിലൊക്കെ ആദ്യം വന്നിരുന്ന ഷാനി എന്ന് പറയുന്നൊരു പെൺകുട്ടി, അതേപോലെ ഞങ്ങളൊക്കെ ഞാൻ ഫാമിലി ആയിട്ടൊക്കെ അവരെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് താമസിച്ചിട്ടുണ്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു കുടുംബമാണ്. അവരുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. ഞാൻ അവരുടെ വീട്ടിൽ പോയ സമയത്ത് സുഖമില്ലാതെ ആ ഉമ്മ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവരെ ഒന്ന് കാണാൻ വേണ്ടി ചെന്നു. ആ സമയത്ത് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദെ ദുആ ചെയ്യണം, ഇനി അധിക കാലമൊന്നും ഞാൻ ഉണ്ടാവും തോന്നുന്നില്ല. ആ ഉമ്മ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഉസ്താദ് ദുആ ഇറക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു മാസം ആയിട്ടില്ല. അപ്പോഴേക്ക് ആ സഹോദരി മരണപ്പെട്ടു പോയി. അല്ലാഹു തആല ആ സഹോദരിയുടെയും ബർസഖിയായ ലോകം ഖൈറിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ അടുത്ത് നമ്മുടെ നാട്ടിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാവരുടെയും ബർസഖിയായ ലോകം ഖൈറിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമുക്ക് ദുആ ചെയ്യും. ഇനി നമ്മൾ സാധാരണ ചൊല്ലി വരാറുള്ള മങ്കൂസ് മൗലൂദിൻ്റെ ഒരു ഹദീസ്, അതിൻ്റെ ബെയ്ത്ത് അത് ചൊല്ലി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ഹദീസാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. روى كعب الأخبار رضي الله عنه لما أراد الله تعالى إظهار النور المخزون وإبراز الجوهر المكنون من عبد الله إلى بطن آمنة رضي الله عنها أطهر فتاة في العرب وذلك في ليلة الجمعة من شهر رجب أمر رضوان عليه السلام ففتح أبواب الجنان وتزينت الحور والبلدان ودكت بشائر الأفراح وزهرت كواكب الصباح ونادى مناد في السماء والأرض ألا إن النور المكنون منه سيد البشر في بطن آمنة رضي الله عنها قد استقر ولما انتقل نور نبينا محمد صلى الله عليه وسلم من عبد الله إلى بطن آمنة رضي الله عنه اهتز الأرش طربا واستبشارا وزاد الكرسي هيبة وبقارا وامتلأت السماوات أنوارا وضجت الملائكة تهليلا واستغفارا فأصبحت آمنة رضي الله عنها تلك الليلة والأنوار تلوح في جبهتها المهتمنة وأمنت به من المخاوف الكامنة وظهرت لانتقال نوره الآيات وتباشرت به جميع المخلوقات ولما حملت به صلى الله عليه وسلم في رجب الهنا بشرت في شعبان بنيل المنى وقيل لها في رمضان لقد حملت بالمطهر من الدنس والخنا وسمعت الملائكة في شوال يبشرونها بالظفر بغاية المنى
ورأت الخليل إبراهيم عليه السلام في ذي القعدة وهو يقول لها أبشري بصاحب الأنوار والوقار والسنا. وأتاها في ذي الحجة موسى الكليم عليه السلام وعلمها برتبة محمد صلى الله عليه وسلم وجاهه الأسنى، وناداها في محرم جبريل عليه السلام بأن وقت ولادتها قد دنا، واصطفت الملائكة منزلها في سفر، فعلمت أن موعد السرور قد قرب ودنا. فلما هل ربيع الأول أضاءت الأرض والسماء وأشرقت البيت والصفا. ثم لما جاء وقت الولادة وخرج منصور السعادة وجد بآمنة رضي الله عنها أمر الولادة، وحان بروش شمس السعادة، تلألأ الحق نورا أضاء، ونشرت له في الكون أعلام الرضا، وإذا بطائر أبيض قد سقط من الهواء فمر بجناحيه على بطن آمنة رضي الله عنها مسرحا، فضربها المخاض ليلة الاثنين الثاني عشر من شهر ربيع الأول، وولدت صبيحتها نبي الثقلين صلى الله عليه وسلم وعلى آله وصحبه أجمعين. الله على محمد عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صلي وسلم. ولد الحبيب السيد المتعبد، والنور من وجناته يتوقد. يا ربي صل على النبي محمد منجي الخلائق من جهنم. جبريل نادى في منصة حسنه هذا مليح الكون هذا أحمد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. هذا كهيل الطرف هذا المصطفى، هذا جزيل الوصف هذا السيد. يا ربي صل على النبي محمد منجي الخلائق من جهنم. هذا جميل النعت هذا المرتضى، هذا مليح الوجه هذا الأوحد. يا ربي صل على النبي محمد منجي الخلائق من جهنم. هذا الذي خلعت عليه ملابس ونفائس فنظيره لا يوجد. يا ربي صل على النبي محمد منجي الخلائق من جهنم. قالت ملائكة السماء بأسرهم ولد الحبيب ومثله لا يولد. يا ربي صل على النبي محمد منجي الخلائق من جهنم. بشرى لأمته برؤية وجهه هذا هو الجاه العظيم الأزيد. يا ربي صل على النبي محمد
الخلائق من جهنم في غدي ولدته مختونا ومكحولا كما قد جاء في الخبر الصحيح المسند يا رب صل على النبي محمد منجي الخلائق من جهنم في غدي صلى عليك الله يا علم الهدى ما ناح طير في الغصون يغرد يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. 3 സ്വലാത്തുൽ ഫാത്തിഹയിൽ നമുക്ക് ദുആ ചെയ്യാം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവഫി നിഅമഹു വയുകാഫിഉ മസീദ. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹമുറാഹിമീനായ അൽമൽക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ ഇതുവരെ ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് എല്ലാ ജീവജാലങ്ങളോടും എങ്ങനെയാണ് സ്നേഹത്തോടുകൂടെ പെരുമാറുക എന്ന് ഞങ്ങളെ പഠിപ്പിച്ച അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രം ഞങ്ങളിൽ നിന്ന് നീ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അത് പ്രചോദനമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരോടും സ്നേഹവും കരുണയുമുള്ള ഒരു മനസ്സ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരാളോടും ഒരു വെറുപ്പും വിദ്വേഷവും പകയും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ നൽകരുതേ റഹ്മാനെ. എല്ലാ ജീവജാലങ്ങളെയും അഹ്മദുൽ കബീർ റിഫായി സ്നേഹിച്ചതുപോലെ നിന്റെ ഹബീബ് പഠിപ്പിച്ചതുപോലെ സ്നേഹിക്കാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയും ഒക്കെ ഒരുപാട് അപാകതകൾ ചെയ്തവരാണ്. നിന്റെ മഹലായ ഫളല് കൊണ്ട്, നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ അതെല്ലാം അഫ്വ് ചെയ്ത് തരണേ റഹ്മാനെ. അല്ലാഹുവേ, വിട്ടുവീഴ്ച നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ചെയ്ത പാപങ്ങൾക്കെല്ലാം തൗബ ചെയ്ത് മാത്രമേ അല്ലാഹുവേ ഞങ്ങളെ നീ ലോകത്ത് നീ മരിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ, മാറാവ്യാധി രോഗങ്ങൾ നാട്ടിൽ അധികരിക്കുമ്പോൾ നിന്റെ മഹാന്മാർ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാണ് മങ്കൂസ് മൗലൂദ് ഓതി ദുആ ചെയ്യാൻ. അല്ലാഹുവേ, അത് പ്രചോദനമായി കൊണ്ടാണ് ഞങ്ങളിത് ദുആ ചെയ്യുന്നത്. റബ്ബേ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് എല്ലാ ബലാഹുകളെയും നീ എടുത്തു കളയണേ റഹ്മാനെ. എല്ലാ ബലാ മുസീബത്തുകളെയും ഞങ്ങളുടെ വീടുകളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് നീ എടുത്തു കളയണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആ സഹോദരിയുടെ കൊച്ചുമക്കളെ അല്ലാഹുവേ നീ പരിപൂർണ്ണ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. എല്ലാ ആഴ്ചയും മുടങ്ങാതെ ഇതിലേക്ക് വരുന്നവർ, കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പലഹാരങ്ങൾ കൊണ്ടുവന്നവർ, ഇന്ന് കൊണ്ടുവന്നവർ, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സലാം ഉസ്താദിൻ്റെ അമ്മായി, അതേപോലെ സിറാജിക്കയുടെ വൈഫ് ഷാനിയുടെ ഉമ്മ, അല്ലാഹുവേ അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കണേ റഹ്മാനെ. അവർക്ക് വേണ്ടി നിസ്കരിച്ച ഞങ്ങളുടെ നിസ്കാരങ്ങളും ദുആകളും ഖുർആനോത്തുകളും അവരുടെ ദാനധർമ്മങ്ങളും എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ. പടച്ചവനെ, ഈ അടുത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അടുത്തടുത്തായി മരണപ്പെട്ടു പോയി. പ്രത്യേകിച്ച് ഈ പള്ളിക്കാട്ടിൽ മറവട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ
ഭാര്യ മരിച്ചുപോയതായ ആളുകളുണ്ട്, ഭർത്താക്കന്മാർ മരിച്ചുപോയവരുണ്ട്, മക്കൾ മരിച്ചുപോയവരുണ്ട്, ഒക്കെ നിനക്കറിയാം. പടച്ചവനെ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ സുവരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഈ ക്ലാസ്സിൽ വന്നിരുന്ന പലരും പല പള്ളിക്കാടുകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുണ്ട്. അള്ളാഹുവേ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ വല്യമ്മമാർ, കൂട്ടുകുടുംബക്കാർ, അമ്മായി, എളിയമ്മ, മൂത്തുമ്മമാർ, പടച്ചവനെ അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മമാർ പലരും രോഗികളാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ രോഗിയാണ്. അള്ളാഹുവേ നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ ഭാര്യമാര്, മക്കള്, സഹോദരിമാർ എല്ലാവരെയും നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. ഗർഭിണികളായ സഹോദരിമാര്, ഭാര്യമാര്, മക്കളുള്ളവരുണ്ട്, നീ സുഖപ്രസവം നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ മക്കളുടെ കാര്യത്തിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അള്ളാഹുവേ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. അള്ളാഹുവേ മാതാപിതാക്കൾക്ക് അനുസരണയോടുകൂടെ ജീവിക്കുന്ന നല്ല മക്കളാക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ദുന്യാവിൽ ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ ആഫിയത്തോടെ ഒരു കാര്യത്തിലും ഒരാളുടെ മുമ്പിലും തലകുനിപ്പിക്കാതെ, കൈനീട്ടാതെ, വഷളാവാതെ ജീവിക്കാനുള്ള വഴി ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ അതിനാവശ്യമായ ഞങ്ങളുടെ കച്ചവടങ്ങൾ, ബിസിനസ്, ഞങ്ങളുടെ മഈഷത്തിൻ്റെ വഴികൾ, ജോലികൾ, വീട്, വാഹനങ്ങളിലെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവസാനം മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിപ്പിക്കണേ റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാല്ലാഹ് എല്ലാവർക്കും ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. അത് മേടിച്ചിട്ട് എല്ലാവരും പോകണം. സിറാജ് ഒന്ന് കൊടുത്തു, ചീരണി ഒന്ന് കൊടുക്കാൻ കുടിക്കാൻ എല്ലാവരും അത് മേടിച്ച് എടുക്കാവുള്ളൂ. അവിടെ ഉണ്ട്, ഇബ്രാഹിം കടയിലുണ്ടാവും, ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എല്ലാവരും അത് മേടിച്ചിട്ടേ പോകാവുള്ളൂ. അടുത്ത ആഴ്ച ഒരാളെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആഴ്ച ആരും കൊണ്ടുവരേണ്ടതില്ല. ഒരാളെ ഏൽപ്പിച്ച ആൾ മാത്രം കൊണ്ടുവന്നാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിലേക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.